നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ആ ഭൂമിയില് യാതൊരു അനീതിയുമില്ല, യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല, യാതൊരു പ്രയാസങ്ങളും അവിടെ ഇല്ല. നീർ തുടക്കപ്പെടുന്നു ആയിരിക്കുന്നൊരു കാലഘട്ടം, ഇനി മരണമുണ്ടാകുകയില്ല, മരണമില്ലാത്തമായിരിക്കുന്നൊരു കാലം. അതാണ് നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയുടെ പ്രത്യേകത. അവിടെ നീതിയാ വസിക്കുന്നത്. നിങ്ങൾക്കറിയാം എവിടെയാ മരണം കടന്നു വന്നത്? പാപത്തിന്റെ ശമ്പളം. ഇവിടെ എന്തില്ല? ആ ഭൂമിയിൽ പാപമില്ല. കാരണം മുഴുവൻ നീതിയാ. നീതി അവിടെ എന്തുകൊണ്ടില്ല? എന്ത് നടക്കത്തില്ല? മരണം ഉണ്ടാകത്തില്ല. നിങ്ങൾ നോട്ട് ചെയ്തോണേ, നാം വസിക്കപ്പെടുവാൻ പോകുന്നു ആയിരിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയും. അതിനകത്ത് മരണം കാണത്തില്ല. 2, അതിനകത്ത് ദുഃഖം കാണത്തില്ല. 3, അതിനകത്തൊരു മുറവിളിയില്ല. ഞാൻ വായിക്കുന്നത് 5-ാമത്തെ വാക്യമാ. അവിടെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇനിയും കഷ്ടതയില്ല. ശ്രദ്ധിച്ചോണം നിങ്ങൾ, എന്തെല്ലാം കാര്യം ഇല്ല ഇല്ല എന്ന് പറയുന്നത്. 1, ഞാൻ പറഞ്ഞു മരണമില്ല. 2, ഞാൻ പറഞ്ഞു ദുഃഖമില്ല. 3, മുറവിളിയില്ല. 4, കഷ്ടതയില്ല. പിന്നീട് വായിച്ചു താഴോട്ടുള്ള വാക്യം, 22-ാം അധ്യായം 3-ാമത്തെ വാക്യം, ചാപ്റ്റർ 22 വേഴ്സ് നമ്പർ 3. യാതൊരു ശാപവും ഇനി ശാപമില്ല. ശാപം അതോടുകൂടെ കഴിഞ്ഞിരിക്കും. പിന്നീട് എന്തില്ല? 22-ാം അധ്യായം 5-ാമത്തെ വാക്യം വേഴ്സ് നമ്പർ 5. ഇനിയും രാത്രി അവിടെ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എത്ര മനോഹരമായിട്ട് ആയിരിക്കുന്ന ഒരു ഭൂമിയിലേക്കാണ് ഞാൻ നിങ്ങൾ കാലെടുത്ത് വെക്കുവാൻ പോകുന്നുവെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.